ഫ്രണ്ട്സ്, ഞാൻ സ്വപ്ന. SB കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് KFC ആണ്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വലതുവശത്ത് വന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഇനി അതിന് വേണ്ടി KFCക്ക് വേണ്ടി ഞാൻ 6 പീസ് ചിക്കനാണ് എടുത്തേക്കണേ. ഇത് ആദ്യം ഉപ്പും വിനാഗിരി ഇട്ട് വെച്ച് കഴുകി വൃത്തിയാക്കി വെക്കുന്നതാണ്. എന്നിട്ട് ഞാൻ നന്നായിട്ട് വരഞ്ഞിട്ടുണ്ട് ചിക്കൻ. ഇതിലേക്ക് ഞാൻ ഒരു ചെറുനാരങ്ങ, അതായത് ചെറിയ ചെറുനാരങ്ങ ആയതുകൊണ്ടാണ് ഒരെണ്ണം, വലുതാണെങ്കിൽ അര ചെറുനാരങ്ങ മതിയിട്ടാം. ഞാൻ ഇത് തൈര് വെച്ചിട്ട് ഉണ്ടാക്കി നോക്കിയതാണ്. തൈര് വെച്ചിട്ട് അതങ്ങനെ ക്ലിക്ക് ആവണില്ല. ഇതാവുമ്പോൾ നല്ല കൃത്യം പാകത്തിന് കിട്ടുന്നുണ്ട്. അത് കാരണമാണ് ഞാൻ ചെറുനാരങ്ങ വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ചെറുനാരങ്ങ പിഴിഞ്ഞ് ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പിടാം. പാകത്തിന് ഉപ്പിട്ടിട്ട് എരിവിന് ഞാൻ കുരുമുളക് 1 ടീസ്പൂണാണ് ഇട്ടേക്കണത്. എന്നിട്ട് നന്നായിട്ട് തിരുമ്പുക. നമ്മൾ ഈ വരഞ്ഞോടത്തൊക്കെ കുരുമുളകും ഇതൊക്കെ പിടിക്കണം, എന്നാലാണ് ചിക്കനിൽ ഉപ്പും പുളിയും എരിവൊക്കെ പിടിക്കുള്ളൂ. അത് നമുക്കൊരു 5-6 മണിക്കൂർ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. 5-6 മണിക്കൂർ വെച്ചാലാണ് ഇത് ടേസ്റ്റ് കൂടുള്ളൂ. അപ്പോൾ തന്നെ ഉണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്ക് മിക്സ് ഉണ്ടാക്കാം. മിക്സിന് 1 ഗ്ലാസ് മൈദയ്ക്ക് 1/2 ഗ്ലാസ് കോൺഫ്ലവർ. എത്ര മൈദ എടുക്കുന്നോ അതിൻ്റെ പകുതിയാണ് കോൺഫ്ലവർ എടുക്കേണ്ടത്. എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറയണത്. 1 ഗ്ലാസ് മൈദയ്ക്ക് 1/2 ഗ്ലാസ് കോൺഫ്ലവർ. ഇനി ഇതിലേക്ക് ചുക്കുപൊടി ഇടാം. ചുക്കുപൊടി കേട്ടിട്ടുണ്ട്? ചുക്ക് പൊടിച്ച പൊടി ഇടാം. മേടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ നമ്മൾ ചുക്ക് മേടിച്ചിട്ട് പൊടിച്ചാലും മതി. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പൊടി കിട്ടുകയാണെങ്കിൽ അതാണ് നല്ലത്. എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഞാൻ ഇട്ടത്. ഇനി നമുക്കിതിൽ ഒരു മെയിൻ ഐറ്റമാണ് ബേക്കിംഗ് സോഡ. ഈ ബേക്കിംഗ് സോഡയാണ് ഇതിൻ്റെ ഏറ്റവും മെയിൻ ഐറ്റം. ഈ ബേക്കിംഗ് സോഡ ഇടാകുമ്പോഴാണ് ഈ ചിക്കനൊക്കെ നമ്മൾ പൊരിക്കുമ്പോൾ ഇങ്ങനെ നല്ല വീർത്ത് വരുന്നത്. അപ്പോൾ ഈ ബേക്കിംഗ് സോഡ ഇട്ട് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒത്തിരി കൂടി എരിവ് വേണമല്ലോ, അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇത്തിരി കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം മിക്സ് ചെയ്യണം. ഇനി ആവശ്യമുള്ളത് ഓട്സാണ്. ഓട്സ് വേണം, ഉപ്പും വേണം. ഉപ്പ് ഞാൻ ഇട്ടു. ഉപ്പിട്ട് ഓട്സിന് അളവില്ല, ഒരു ഏകദേശം അളവ് വെച്ചിട്ട് നമ്മൾ ഇട്ടാൽ മതി. ഞാനൊരു 1/2 ഗ്ലാസ് അളവ് വെച്ചിട്ടാണ് ഇടണത്. നിങ്ങൾക്ക് അതിന് ഇത്ര അളവൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇടാം. ഞാൻ ഒരു 1/2 ഗ്ലാസ്സാണ് ഇട്ടേക്കണത് കേട്ടോ. അളക്കാൻ പോയില്ല എന്നുള്ളൂ. 1/2 ഗ്ലാസ് ഓട്സ് ഇട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒരു മുട്ട പൊട്ടിച്ച് വെച്ച് അതിലിത്തിരി ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. നമ്മൾ ബേക്കിംഗ് സോഡ മിക്സിലിട്ട കാരണം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ ബേക്കിംഗ് സോഡ എല്ലായിടത്തും മിക്സായി എത്തണം. എന്നാലേ ഇത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് പൊരിച്ച് വരുമ്പോൾ നന്നായിട്ട് വീർത്ത് വരുള്ളൂ. KFC കണ്ടല്ലേ നമ്മൾ നന്നായിട്ട് വീർത്ത് വരുന്നത്, അതുപോലെ വരണം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്താ, നന്നായിട്ട് മിക്സ് ചെയ്താലേ കാര്യമുള്ളൂ. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഈ ചിക്കൻ എടുത്തു, ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം ഈ മിക്സിയിലിടാം. മിക്സിയിലിട്ടിട്ട് ഇതിൻ്റെ മീതെ പൊടി ഇട്ടിട്ട്, ഇപ്പം നമ്മൾ കൈ കൊണ്ട് ചെയ്ത് സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് പൊടി മീതിട്ട് കൊടുക്കാം. ഇനി എന്നിട്ട് കൈ കൊണ്ട് എടുത്തിട്ട് തട്ടാം. എല്ലായിടത്തും ആക്കിയിട്ട് ഒന്ന് തട്ടി കൊടുക്കുക. തട്ടി കൊടുത്താലാണ് ഇത് എല്ലായിടത്തും ഫില്ലാവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ തട്ടി കൊടുക്കണേ. എന്താ, എരിവ് ഇനി കൂടുതൽ ആഗ്രഹമുള്ളവർക്ക് എരിവ് കൂടുതൽ ഇടട്ടെ. ഞാനിപ്പോൾ ഒരു നോർമൽ എരിവാണ് ഇട്ടേക്കണത്. ഇതിൽ ചിലർ മസാലപ്പൊടി ഇടും. ഞാൻ മസാലപ്പൊടി ഇട്ടിട്ടില്ല. മസാലപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് മസാലപ്പൊടി ഇടാം. പിന്നെ ഭയങ്കര കളർ വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് കളറോ മഞ്ഞൾപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടാം. ഇതിപ്പോൾ നോർമലായിട്ട് ഞാൻ എല്ലാം ചെയ്തിട്ടുള്ളൂ. മുട്ടയിലിട്ട് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും നമ്മൾ ഈ പൊടിയിലിട്ട് വീണ്ടും ഫില്ല് ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ
ഇത് നല്ല തരുന്ന് കിട്ടണമല്ലോ നമ്മൾ പൊരിച്ച് കിട്ടുമ്പോൾ, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ 2 പ്രാവശ്യം ചെയ്യണേ. ഇത് നന്നായിട്ട് തട്ടുമ്പോഴാണ് ഇതിൽ എല്ലായിടത്തും ഫില്ലാവുള്ളൂ പൊടി. കണ്ടോ, അങ്ങനെ തട്ടുമ്പോൾ എല്ലായിടത്തും ഫില്ലാവും. ഇങ്ങനെ എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. ഞാനിപ്പോൾ ഒരെണ്ണം കാണിച്ചു തന്നുള്ളൂ നിങ്ങൾക്ക്. എല്ലാം ഇങ്ങനെ ചെയ്യണം. ഇനി ഞാൻ ഓയിലൊഴിച്ചു വെച്ചു. ഇതേ പൊരിച്ചെടുക്കണ്ട. നമ്മൾ ആ ബേക്കിംഗ് സോഡ ഇട്ടത് കൊണ്ട് നമ്മൾ ചിക്കൻ വെന്ത് വരുമ്പോൾ നല്ല വീർത്ത് വരും. നമ്മൾ KFC ന്ന് കിട്ടണ അതേ ലെവലിൽ നല്ല വീർത്ത് നല്ല മൊരിഞ്ഞ് വരും. ചെറിയ പാത്രം വെച്ചത് എന്താണെന്ന് വെച്ചാൽ കുറേ ഓയിൽ വേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ചെറിയ പാത്രത്തിൽ ഉണ്ടാക്കി എടുത്തത് കേട്ടോ. വളരെ എളുപ്പം നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. ആദ്യത്തെ പ്രാവശ്യം മാത്രം ഉണ്ടാക്കുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവുന്നുള്ളൂ. എല്ലാവർക്കും എൻ്റെ KFC ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, ടേസ്റ്റ് ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻ്റ് അടിക്കണം.